10 വർഷം മുമ്പ് ചൈനയുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ നല്ലൊരു റോഡ് പോലും പണി കഴിപ്പിക്കാൻ പറ്റാത്ത ഭരണാധികാരികളുള്ള നാട്ടിൽ ഇതാ ഇപ്പോൾ ചൈനയുടെ അതിർത്തിയിൽ തുരങ്കങ്ങളുടെ ഒരു ശൃംഖല തന്നെ സൃഷ്ടിച്ചുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ ചൈനയെ തന്നെ ഞെട്ടിക്കുന്ന ഒരു നീക്കമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ലഡാക്കിൻ്റെ കേല ചുരത്തിൽ നിന്നും പാങ്കോക്ക് തടാകത്തിലേക്ക് നീളുന്ന 7 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു തുരങ്കത്തിൻ്റെ നിർമ്മാണമാണ് ആരംഭിച്ചിരിക്കുന്നത്. 6000 കോടി രൂപയാണ് ഇതിന് ചിലവ് വരുന്നത്. പാങ്കോക്ക് എന്ന് പറയുമ്പോൾ പ്രേക്ഷകർക്ക് ഒരുപക്ഷെ എളുപ്പത്തിൽ മനസ്സിലാകും. കാരണം ഇന്ത്യയുടെയും ചൈനയുടെയും സൈനികർ പലപ്പോഴായി ഏറ്റുമുട്ടിയിട്ടുള്ള അതിരൂക്ഷമായ ഏറ്റുമുട്ടൽ നടന്ന ഇടമാണ് പാങ്കോക്ക്. 2020 ഒരു വലിയ ഏറ്റുമുട്ടൽ നടന്നിരുന്നു. അവിടേക്ക് തന്നെയാണ് തുരങ്കം നിർമ്മിച്ചുകൊണ്ട്, അതും ഇരട്ട തുരങ്കമാണ് നിർമ്മിച്ചിരിക്കുന്നത്. സൈന്യത്തിന് എളുപ്പത്തിൽ തന്നെ കടന്നു ചെല്ലാൻ കഴിയുന്ന രീതിയിലുള്ള തുരങ്കം 2022 കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തിരുന്നു. ലഡാക്കിൽ നിന്ന് 4 തുരങ്കങ്ങളുടെ നിർമ്മാണത്തിൻ്റെ പണി ആരംഭിക്കണമെന്ന്. അതിൽ 2 തുരങ്കങ്ങളുടെ പണി പൂർത്തിയാകുന്നു. അതിനിടയിലാണ് ഏറ്റവും വലിയൊരു തുരങ്കമെന്ന് തന്നെ പറയേണ്ടി വരും. ലേയിൽ നിന്ന് പാങ്കോക്ക് തടാകത്തിൻ്റെ തീരത്തേക്കാണ് ഈ തുരങ്കം. വലിയ ഒരു നീക്കം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. മുൻകാലങ്ങളിലൊക്കെ ഇന്ത്യ ഭരിച്ച ഭരണാധികാരികൾ പറഞ്ഞത് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളൊപ്പം ചൈനയുമായി അതിർത്തി പങ്കിടുന്ന ഇടങ്ങളിലുമൊക്കെ നല്ല റോഡുകൾ പണിതാൽ ചൈന സൈന്യത്തിന് കടന്നു കയറാൻ എളുപ്പമാണ് എന്ന് പറഞ്ഞിടത്തേക്കാണ് ചൈനയിലേക്ക് തന്നെ വാതിൽ തുറന്നുകൊണ്ട് ഇത്തരത്തിലുള്ള തുരങ്ക നിർമ്മാണം നടക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.